ലോകത്ത് എന്ത് വലിയ പ്രതിസന്ധി വന്നാലും മാറാത്തൊരു കാര്യമുണ്ട്. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയും അത് മാറ്റാൻ അവർ നടത്തുന്ന വിദേശയാത്രകളും കളികളും. പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ ഖജനാവിലേക്ക് വീണ്ടും ഒരു മാന്ത്രിക നിക്ഷേപം എത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ അയൽക്കാർ വീണ്ടും സൗദി അറേബ്യയുടെ മുന്നിൽ കൈനീട്ടി അവർ കൃത്യമായിട്ട് $2 ബില്യൺ, ഏകദേശം $200 കോടി പാകിസ്ഥാന് ഇട്ടുകൊടുത്തിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പാകിസ്ഥാൻ ഇക്കണോമിക്ക് സൗദി നൽകുന്ന ഒരു താൽക്കാലിക ഓക്സിജൻ സിലിണ്ടറാണിത്. പക്ഷേ ഇതിന്റെ പിന്നിൽ ചില ഗൗരവമേറിയ വശങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദി നൽകുന്ന ഈ ഒരു പണം ഇന്ത്യയുടെ ഉറക്കം കളയുമോ? നോക്കാം. കാര്യം ഇതാണ്, പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കടം വാങ്ങൽ ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനിൽ ഇപ്പോൾ പണമില്ലാത്ത അവസ്ഥയാണ്. ഈ മാസം UAE-ക്ക് തിരിച്ചു കൊടുക്കാനുള്ള $3.5 ബില്യൺ കടം വീട്ടാൻ പാകിസ്ഥാൻ ഓടി നടക്കുകയായിരുന്നു. ഒടുവിൽ പതിവ് പോലെ സൗദി അറേബ്യ തന്നെ രക്ഷകനായി എത്തുകയും ചെയ്തു. ഈ $2 ബില്യൺ ലഭിച്ചതോടെ പാകിസ്ഥാൻ ഭരണകൂടം വലിയ വിജയശ്രീ ലാളിതരായിട്ട് നടക്കുകയാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ല ഇത്, മറിച്ച് ഉണ്ടാക്കി വെച്ച കടങ്ങൾ വീട്ടാൻ സൗദിയിൽ നിന്ന് വാങ്ങിയ അഡ്വാൻസ് മാത്രമാണ്. ഒരു പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത പടുകുഴി കുഴിക്കുന്ന ഈ ഒരു പാക് ബുദ്ധി ശരിക്കും അപാരം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത സീരിയസ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരാം. ഈ സൗദി പാകിസ്ഥാൻ കൂട്ടുകെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല, ഇതിന് ചില രാഷ്ട്രീയ വശങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഡിഫൻസ് പാക്ട്, പ്രതിരോധ കരാർ. 2025 സെപ്റ്റംബറിൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട ഒരു പ്രതിരോധ കരാറുണ്ട്. ഒരാൾക്ക് നേരെയുള്ള ആക്രമണം രണ്ടുപേർക്കും നേരെയുള്ള ആക്രമണമാണ് എന്നതായിരുന്നു ഇതിലെ പ്രധാന ക്ലോസ് എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ എന്തെങ്കിലും അക്രമം അഴിച്ചുവിട്ടിട്ട് ഇന്ത്യ തിരിച്ചടിച്ചാൽ അത് സൗദിക്കെതിരെയുള്ള ആക്രമണമായി ചിത്രീകരിക്കാൻ പാകിസ്ഥാന് സാധിക്കും. സൗദി നൽകുന്ന ഈ സാമ്പത്തിക സഹായം ആ ബന്ധം കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കശ്മീർ വിഷയമാണ്, കശ്മീർ ലോബിയിങ്. പാകിസ്ഥാന്റെ കയ്യിൽ പണം എത്തുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ വിഷയം ഉയർത്താൻ ലോബിയിങ് നടത്തുക എന്നതായിരിക്കും. സൗദിയുടെ പണം പാകിസ്ഥാന്റെ നയതന്ത്ര ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇത് ഇന്ത്യക്ക് തലവേദനയാണ്. ഇനി അടുത്തത്, മൂന്നാമതായിട്ട് ടെറർ ഫണ്ടിംഗ് കൺസേൺസ് ആണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ അത് ഭീകരവാദത്തിന് വളമാകാറുണ്ടെന്ന് ഇന്ത്യ പണ്ടേ പറയുന്നതാണ്. സൈന്യത്തിന് പണം തികയാതെ വരുമ്പോഴാണ് അവർ സമാധാനം പറയുന്നത്. സൗദി പണം കൊണ്ട് പാക് സൈന്യം കൂടുതൽ ആയുധവൽക്കരിക്കപ്പെട്ടാൽ അത് അതിർത്തിയിൽ ഇന്ത്യക്ക് ഭീഷണിയാണ്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇന്ത്യ ഒട്ടും പേടിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ഇന്ന് പാകിസ്ഥാൻ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ്. പാകിസ്ഥാന് സൗദി പണം നൽകുന്നത് ഒരു ചാരിറ്റി പോലെ നമുക്ക് കാണാം. എന്നാൽ ഇന്ത്യയിൽ സൗദി പണം മുടക്കുന്നത് ലാഭം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപമാണ്. ഇന്ന് 2026 ഇന്ത്യ സൗദിയുടെ രണ്ടാമത്തെ വലിയ ട്രേഡ് പാർട്ട്ണറാണ്. റിലയൻസ് മുതൽ വലിയ IT കമ്പനികൾ വരെ സൗദിയുടെ വിഷൻ 2030യുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് $2 ബില്യൺ കൊടുക്കുമ്പോൾ സൗദി ഇന്ത്യയെ വിളിച്ച് സാരമില്ല കേട്ടോ, ഇതൊന്ന് താങ്ങി നിർത്താൻ കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം സൗദിയിൽ നിന്ന് പണം ലഭിച്ചതോടെ പാകിസ്ഥാനിലെ രൂപയുടെ മൂല്യം അല്പം കൂടിയിട്ടുണ്ട്. പക്ഷേ പണപ്പെരുപ്പം ഇപ്പോഴും 30% മുകളിലാണ്. ഈ പണം കൊണ്ട് പാവപ്പെട്ട പാകിസ്ഥാനിക്ക് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവരിപ്പോഴും ഗോതമ്പിനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഈ പണം മുഴുവൻ പോകുന്നത് വിദേശ കടം വീട്ടാനാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാൻ റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചതിന്റെ ഉപകാര സ്മരണയായിട്ടാണ് സൗദി ഈ പണം നൽകിയത് എന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ പൈസയ്ക്കും പിന്നിൽ ഓരോ നിബന്ധനകളുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളിൽ നിന്ന് കടം വാങ്ങി മറ്റൊരാളുടെ പലിശ അടയ്ക്കുക എന്നതാണ്. $2 ബില്യൺ സൗദി തന്നു, അത് IMF നിബന്ധന പാലിക്കാൻ ബാങ്കിൽ വെക്കും. എന്നിട്ട് IMF തരുന്ന പണം കൊണ്ട് ചൈനയുടെ പലിശ അടയ്ക്കും. ഈ ഒരു വമ്പൻ റീസൈക്ലിംഗ് പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ പാവം പാകിസ്ഥാൻ ജനത ആസാദി കിട്ടാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇവിടെ ഒരേ ഒരു ഭയമേ ഉള്ളൂ, പാകിസ്ഥാൻ എന്ന രാജ്യം സാമ്പത്തികമായി തകർന്ന് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആവുകയാണെങ്കിൽ അവിടെയുള്ള ഭീകരവാദികൾക്ക് അത് വലിയ അവസരമാകും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ജീവനോടെ ഇരിക്കട്ടെ എന്നൊരു മനോഭാവം ഇന്ത്യക്കുണ്ടാകാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സൗദിയുടെ ഈ ഒരു $2 ബില്യൺ കൊണ്ട് പാകിസ്ഥാന്റെ വിധി മാറാൻ പോകുന്നില്ല. അതൊരു കോസ്മെറ്റിക് സർജറി പോലെയാണ് എന്ന് പറയാം. കാര്യം പുറത്ത് കാണാൻ ഭംഗിയുണ്ടാകും, പക്ഷെ ഉള്ളിലെല്ലാം സെയിം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ എക്കണോമിയിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ലോകം ഇന്ന് ഇന്ത്യയുടെ പിന്നാലെയാണ്. പാകിസ്ഥാൻ ആകട്ടെ എല്ലാവരുടെയും കാല് പിടിക്കാനായിട്ട് പുറകെയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.